ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ബിനോയ്സ് തോട്ടിലേക്ക് സ്വാഗതം. ആക്ച്വലി ബാങ്കിങ് സെക്ടർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ബാങ്കിങ് സെക്ടർ ഇനി ഒരുപാട് കയറാനുണ്ട്. നമ്മുടെ ഫേവറേറ്റ് സ്റ്റോക്ക് യൂണിയൻ ബാങ്കിന് വീണ്ടും ഒന്നും കൂടെ വാല്യൂ ചെയ്തിട്ട് ഒരു വീഡിയോ ഇടേണ്ട ആവശ്യം വളരെ കൂടുതലായി തോന്നുന്നതാണ്. ഇന്ന് യൂണിയൻ ബാങ്കിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നത്. ദിസ് വീക്ക് തേഴ്സ്ഡേ അവർ റിസൾട്ട് അനൗൺസ് ചെയ്തു. സൂപ്പർ റിസൾട്ട് അനൗൺസ് ചെയ്തു. പക്ഷെ എന്താണെന്ന് അറിയില്ല. അത് മാർക്കറ്റിന് മനസ്സിലാവാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സ് പ്ലേ ആണോ എന്നറിയില്ല. വ്യാഴാഴ്ച ആ സ്റ്റോക്ക് കയറിയ സ്ഥലത്ത് നിന്ന് ഇറങ്ങി 3-3.5% ഇറങ്ങി വരികയാണ് ചെയ്തത്. 144, 145 ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് 140 ലെവലിലേക്ക് വരെ ഇറങ്ങി വന്നിരുന്നു. പെട്ടെന്നൊരു പാനിക് സിറ്റുവേഷൻസ് ആണ് മാർക്കറ്റ് ഉണ്ടായത്. കാരണം നെറ്റ് പ്രോഫിറ്റ് 10% ഇയർ ഓൺ ഇയർ ബേസിൽ ഡൗൺ ആയി എന്നുള്ള ഒരു സംഭവം കാണിച്ചു. സോ ആക്ച്വലി ഒരു ബാങ്കിന്റെ റിസൾട്ട് വാല്യൂ ചെയ്യുമ്പോൾ ആ ബാങ്കിന്റെ നെറ്റ് പ്രോഫിറ്റ് അല്ല നോക്കേണ്ടത്. പൊതുവെ മറ്റേ എല്ലാ കമ്പനീസും നെറ്റ് പ്രോഫിറ്റ് നമ്മൾ കമ്പയർ ചെയ്യുന്നെങ്കിലും ബാങ്കിൽ നെറ്റ് പ്രോഫിറ്റിനെക്കാട്ടും ഇമ്പോർട്ടൻസ് അതിൻ്റെ അവരെ കിട്ടാക്കടം കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ, അവരെ പ്രൊവിഷൻസ് കുറച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നതിനാണ്. സോ ഒരു ബാങ്ക് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 40% ഇയർ ഓൺ ബേസിൽ അപ്രിസിയേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേസമയം അവരെ നെറ്റ് NPA കിട്ടാക്കടം അത് കൂടിയിട്ടുണ്ടെങ്കിൽ ആ ബാങ്കിന്റെ റിസൾട്ട് മോശമാണ്. അവർ പ്രൊവിഷൻസ് കൂട്ടിയിട്ടുണ്ടെങ്കിലും അവരുടെ റിസൾട്ട് മോശമാണ്. അതേസമയത്ത് ഇതൊരു നെഗ്ലിജിബിൾ ആണ്. ഒരു 10% നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയർ ബേസ്ഡ് ഡൗൺ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ ഹാപ്പൻ. എല്ലാ ക്വാർട്ടറും 100%, 30%, 20% ഗ്രോത്ത് കാണിക്കാൻ സാധിക്കില്ല. ചില ക്വാർട്ടറിലൊക്കെ നെറ്റ് പ്രോഫിറ്റ് ഡൗൺ ഉണ്ട്. ഏത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് വരാൻ പോകുന്നത്. സോ ഒരു 10% ഇയർ ഓൺ ഇയർ ബേസിൽ നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞു എന്ന റീസണിൽ ഈ സ്റ്റോക്ക് അടിക്കണമെങ്കിൽ അതിൽ ഓപ്പറേറ്റേഴ്സ് പ്ലേ തന്നെയാണ്. സോ ഇതിൽ പാനിക് സിറ്റുവേഷൻസിൽ ഒരുപാട് റീറ്റെയിലേഴ്സിന്റെ കയ്യിൽ നിന്ന് ആ സ്റ്റോക്ക് പോയിട്ടുണ്ട്. വ്യാഴാഴ്ച ഒഴിവാക്കി ഒരുപാട് ആൾക്കാർ എനിക്കറിയാം. സോ ഇനിയും അത് റെസിസ്റ്റൻസ് കട്ട് ചെയ്തിട്ട് 150 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അത് കട്ട് ചെയ്ത് താഴോട്ട് വന്നേക്കാം. ഞാൻ ഈ വീഡിയോ പറയുന്നതൊക്കെ ലോങ് ടേം വ്യൂയിലേക്കുള്ള സ്റ്റോക്കാണ്. ഓൾറെഡി യൂണിയൻ ബാങ്ക് 30-36 ലെവലിൽ നിന്നാണ് കയറി വന്നിട്ടാണ് ഈ ലെവലെത്തിയത്. ഒട്ടുമിക്ക എൻ്റെ ക്ലയൻസും ആ സ്റ്റോക്ക് കൊടുത്തിട്ടില്ല, ഞാനും കൊടുത്തിട്ടില്ല. സോ നെക്സ്റ്റ് മൂവിന് വേണ്ടി കാത്തിക്കുന്നത്. നെക്സ്റ്റ് മൂവിൽ അതൊരു 200-250 പോയാൽ നമുക്ക് കട്ട് ചെയ്യാം. ഈ സമയത്ത് കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഈ സമയത്താണ് ബാങ്കിങ് സെക്ടറിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു സമയമാണിത്. ഒരുപാട് ഫേവറബിൾ ബാങ്കിങ് ന്യൂസ് ബാങ്കിങ് സെക്ടറിൽ വളരെ ഫേവറബിൾ ആയിട്ട് ഒരുപാട് ന്യൂസ് വരുന്നുണ്ട്. ഈ ഇടയത്തുള്ള റിപ്പോർട്ട് പ്രകാരം 14 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് PSU ബാങ്ക്സ് പ്രൈവറ്റ് ബാങ്കിനെക്കാട്ടും ലോൺ ഡിസ്പേഴ്സ്മെന്റ് കൂട്ടിയിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ലോൺ ഗ്രോത്ത് എപ്പോഴും പ്രൈവറ്റ് ബാങ്ക്സ് താഴേക്കും. പക്ഷേ നീണ്ട അവധിക്ക് ശേഷം 14 കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ടാണ് PSU ബാങ്ക് പ്രൈവറ്റ് ബാങ്കിനെക്കാട്ടും ലോൺ ഗ്രോത്ത് കാണിക്കുന്നത്. ഇതൊരിക്കലും അവോയ്ഡ് ചെയ്യുന്ന ന്യൂസ് അല്ല. ഇപ്പം പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആയിക്കോട്ടെ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ആയിക്കോട്ടെ, എല്ലാം ലാഭത്തിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. വെൻ വി കമ്പയർ 10 years ബാക്ക് PSU സെക്ടർ ആരും വാങ്ങൂലായിരുന്നു. സോ ഇപ്പം ആ ഒരു പിക്ചറേ മാറിയിട്ടുണ്ട്. PSU സെക്ടറാണ് കൂടുതൽ ലൈം ലൈറ്റിലേക്ക് വരുന്നത്. സോ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, നമുക്ക് റിസൾട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് 4251 കോടി. ലാസ്റ്റ് സെപ്റ്റംബർ 2024 4721 കോടി ഉണ്ടായത് 10% താഴെയാണ്. പക്ഷെ അതേസമയം ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കഴിഞ്ഞ ജൂണിൽ 4136 കോടിയെ ലാഭമുള്ളൂ. അത് നോക്കുകയാണെങ്കിൽ 3%-ഓളം നെറ്റ് പ്രോഫിറ്റ് കൂടിയിട്ടുമുണ്ട്. നെറ്റ് NPA നോക്കുകയാണെങ്കിൽ 0.98 0.55 ആയിട്ട് നെറ്റ് NPA കുറഞ്ഞിട്ടുണ്ട്. 2024 സെപ്റ്റംബറിൽ 0.98 ഉള്ളത് 0.58 ഇത് കുറഞ്ഞിട്ടുണ്ട്. സൂപ്പറാണ്. പ്രൊവിഷൻസ് കുറച്ചിട്ടുണ്ട്. പിന്നെ അതർ ഇൻകം ആക്ച്വലി ഈ കൊല്ലം അതർ ഇൻകം 5550 കോടി. ലാസ്റ്റ് സെപ്റ്റംബറിൽ 5908 കോടി അതർ ഇൻകം ഉണ്ടായിരുന്നു. അത് കൂടുതലാണ് ഈ റിസൾട്ട് വന്നത്. പിന്നെ ബോറോയിങ്സ് മാർച്ച് 2021 51,922 ഉള്ളത് മാർച്ച് 2025 27,489 കുറച്ചിട്ടുണ്ട്. ഡിപ്പോസിറ്റ് അതേസമയത്ത് മാർച്ച് 2024 9,25,653 ഉള്ളത് 2025 മാർച്ച് ആയപ്പോഴേക്കും 13,12,291 കൂട്ടിയിട്ടുണ്ട്.
പിന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കൂടിയിട്ടുണ്ട്, കാസ റേഷ്യോ ഹെൽത്തി ആണ്, ബ്രോഡ് ബ്രാഞ്ച് നെറ്റ്വർക്ക് സൂപ്പറാണ്, അവർ ഡിജിറ്റൽ ബാങ്കിങ്ങിന്റെ ട്രാൻസ്ഫോർമേഷൻ സൂപ്പറായി നടക്കുന്നുണ്ട്. സോ ഓൾ ടുഗദർ ഒരു 10% നെറ്റ് പ്രോഫിറ്റ് ഡൗൺ എന്ന് കുറച്ച്, ബാക്കിയെല്ലാം ഹൈലൈറ്റിലാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഉള്ളത്. അസറ്റ് ക്വാളിറ്റി ബെറ്റർ, മെയിൻ ഇമ്പോർട്ടൻറ്റ് ഒരു പോയിന്റ് ആണ്. അസറ്റ് ക്വാളിറ്റി ബെറ്റർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ ന്യൂസിലേക്ക് നോക്കാം. സെക്ടറൽ ബാങ്കിങ് ഇൻഡെക്സ് നമുക്ക് എല്ലാവർക്കും അതിൽ 12 ബാങ്ക്സ് ആണ് ഉള്ളത്. സോ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് പ്രകാരം 12 ബാങ്ക് മാറ്റി 14 ബാങ്ക് ആക്കാൻ പോവാണ്. ഓട്ടോമാറ്റിക്കലി ഒരു പെർട്ടിക്കുലർ ബാങ്കിന് മേലുള്ള അല്ലെങ്കിൽ ബാങ്ക്സിന് മേലുള്ള ടോപ്പ് ലെവൽ ബാങ്ക്സിന് മേലുള്ള എക്സ്പോസർ 40% മേലെ ആവാൻ പാടില്ല പറഞ്ഞത്. സോ അത് ബിലോ ആക്കി കൊണ്ടുവരണം. സോ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ SBI, HDFC ബാങ്ക്, ICICI ഇതാണ് 3 ടോപ്പ് ബാങ്ക്സ് ഇൻഡെക്സിലുള്ളത്. സോ അവരെ വെയിറ്റ് കുറയ്ക്കുമ്പോൾ അതിന് പകരം 2 ബാങ്കോട് കൂട്ടുള്ള പരിപാടിയാണ്, 2-3 ബാങ്ക് കൂട്ടുള്ള പരിപാടിയാണ്. അപ്പം പറഞ്ഞ ബാങ്ക് ഓഫ് ഇന്ത്യയും യൂണിയൻ ബാങ്കും ഇന്ത്യൻ ബാങ്കും വന്നേക്കാം എന്നുള്ളൊരു സൂചന ഉണ്ട്. ഇതൊന്നും ക്ലിയർ ആയിട്ടുള്ള ന്യൂസ് അല്ല, വരാനുള്ള ന്യൂസ്. പക്ഷെ ഇതൊക്കെ വന്നു കഴിഞ്ഞാലുള്ള പോസിറ്റീവ് ന്യൂസിലാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ റീബാലൻസിങ് നടന്നു കഴിഞ്ഞാൽ PSU ബാങ്ക്സിലേക്ക് നല്ലൊരു ഫണ്ട് ഇൻഫ്ലോ ചെയ്യുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ലിമിറ്റ് PSU ബാങ്കിൽ കൂട്ടാൻ പാടില്ല. ആസ് ഓഫ് നൗ നമുക്ക് എല്ലാവരും പ്രൈവറ്റ് ബാങ്കിൽ 70% ലിമിറ്റ്, പക്ഷെ അതേസമയം PSU ബാങ്കിൽ 20% ലിമിറ്റ് ഉള്ളൂ. അത് ചിലപ്പോൾ 40% ആക്കിയാൽ തന്നെ ഈ PSU ബാങ്കിലേക്ക് $4 ബില്യൺ MXCA ലിങ്ക് ഇൻഫ്ലോസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. $4 ബില്യൺ, അതായത് അതിനനുസരിതമായിട്ട് ഇതിൽ ആഡ് ചെയ്യുന്ന കമ്പനീസിലേക്ക് ഇൻഫ്ലോ വരും. അപ്പൊ ആഡ് ചെയ്യാൻ കൂടുതൽ ചാൻസ് ഉള്ള കമ്പനി യൂണിയൻ ബാങ്കും ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, പിന്നെ ഇന്ത്യൻ ബാങ്കും ചാൻസ് ഉണ്ട്. ഓക്കെ, മൂന്നാമതൊരു ന്യൂസ് വന്നത് ഓൾറെഡി പറഞ്ഞ ന്യൂസാണ്. ഇനി PSU ബാങ്ക്സ് എല്ലാം കൂടെ മെർജ് ചെയ്തിട്ട് 3-4 ബാങ്ക്സ് ഭാവിയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി SBI ഉണ്ട്, സെക്കൻഡ് ബാങ്ക് ഓഫ് ബറോഡ ഉണ്ട്, PNB ഉണ്ട്. സോ ഇതിൽ ലേറ്റസ്റ്റ് ന്യൂസ് പ്രകാരം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ബാങ്ക് ഓഫ് ഇന്ത്യയെ ലയിപ്പിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബാങ്ക് ആയിട്ട് ആരും പറയും യൂണിയൻ ബാങ്ക് മാറാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, സെക്കൻഡ് ഈ മെർജറിന് ശേഷം ഈ സെക്കൻഡ് ബാങ്ക് ഓഫ് ബറോഡയാണ്. പക്ഷെ ഈ മെർജറിന് ശേഷം മാരേജ് സംഭവിച്ചാൽ അതും ഈ ന്യൂസ് അത്ര കൺഫേംഡ് ന്യൂസ് അല്ല, പക്ഷെ ഓൾറെഡി സംഭവിക്കാൻ സാധ്യതയുള്ള സംഭവമാണ്. ബാങ്ക് ഓഫ് ഇന്ത്യ യൂണിയൻ ബാങ്ക് മെർജ് ചെയ്ത് അങ്ങനെയാണ് സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റേറ്റ് ബാങ്ക് ആയിട്ട് SBIക്ക് ശേഷമുള്ള ബാങ്കായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി മൊത്തത്തിലുള്ള ഒരു വാല്യുവേഷൻസ് നോക്കാം. ഒരു ഡാർക്ക് ഹോഴ്സ് ആണ് PSU ബാങ്കിലെ. ഇത് ഒരുപാട് കൊല്ലം ഇങ്ങനെ കിടക്കുന്ന സ്റ്റോക്കാണ്. ഇത് ഈ ലെവലും കിടക്കേണ്ട അല്ല. ഇത് ഒരു 140-200 മേലെ ട്രേഡ് ചെയ്ത് ഇപ്പോഴത്തെ റിസൾട്ടിൽ 250-300 പോകേണ്ട സാധ്യതയുള്ള കമ്പനിയാണ്. അത് നമ്മളെ കൺട്രോളിലല്ലല്ലോ. ഇന്ത്യൻ ബാങ്ക് കയറി നോക്കുകയാണെങ്കിൽ യൂണിയൻ ബാങ്ക് കയറണം, ഇക്വിറ്റി വെച്ച് കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സോ പ്രസന്റ് വാല്യുവേഷൻസ് ഇന്നലെ ക്ലോസ് ചെയ്ത് $148.67 ലിസ്റ്റ് സ്റ്റോർസ്. ഒരുപാട് കാലത്തിനിടക്ക് ഒരു ചെറിയൊരു മൂവ്മെന്റ് കാണിച്ചിട്ടുണ്ട്. 120 ലെവലിൽ ഒരുപാട് കാര്യം കിടന്നു. ഇപ്പം ഓക്കെ 128 എന്ന് പറയുകയാണെങ്കിൽ നിയർ അബൌട്ട് 20% അപ്രിസിയേഷൻ കിട്ടി. ഇയർ ഹൈ 158 ഇയർ ലോ 100 ആണ്. ഈ മൂവ്മെന്റിൽ ഇയർ ഹൈയിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഇയർ ഹൈയിൽ പോയി കഴിഞ്ഞാൽ അതൊരു 170-175 നിയർ ടേം പോകാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ. ഓൾ ടൈം ഹൈ 427 രൂപയാണ് എൻ്റെ ഓൾ ടൈം ഹൈ. ഇയർ ഹൈ 158. PE റേഷ്യോ 6.03 ഇൻഡസ്ട്രിയൽ PE 10.08 ഉണ്ട്. EPS 24.65, 21% EPS ഗ്രോത്ത്. ഫേസ് വാല്യൂ 10. ബുക്ക് വാല്യൂ 141, അതായത് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ബുക്ക് വാല്യൂവിന്റെ ഒരു 6 രൂപ മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇൻട്രൻസിക് വാല്യൂ ആണ് വളരെ ഇൻട്രസ്റ്റിംഗ്. 337 ആണ് ഇൻട്രൻസിക് വാല്യൂ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യന്റെ. സോ ഫാർ ബിലോ ദ ഇൻട്രൻസിക് വാല്യൂ ആണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 2022 റവന്യൂ വെറും 68,229 കോടി ഉള്ളത് 1,08,417 കോടിയാണ് 2025. 2022 വെറും 5,229 കോടി നെറ്റ് പ്രോഫിറ്റ് കാണിച്ച കമ്പനി 2025 17,921 കോടി ലാഭം കാണിച്ചത്. റിട്ടേൺ ഓൺ ഇക്വിറ്റി വെറും 7.97 ഉള്ളത് 2022 3 കൊല്ലം കൊണ്ട് 16.65 ആയിട്ടുണ്ട്. ഷെയർ ക്യാപിറ്റൽ ഡെഫിനറ്റ്ലി ബാങ്കിങ് സെക്ടർ ആയതുകൊണ്ട് 7,731 കോടി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. പക്ഷെ റിസർവ്, അതാണ് ഇൻട്രസ്റ്റിംഗ്, 1,06,096 ക്രോസ് റിസർവ് ഉള്ള കമ്പനിയാണ്.
ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കാം. ഡെഫിനറ്റ്ലി PSU കമ്പനിയാണ് ഗവൺമെന്റ് ഹോൾഡ് ചെയ്യുന്നത് 74.26%. FIS 7.86. റീസെന്റ് അവർ 0.16 ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ജൂണിൽ 7.70 ഉള്ളത് 7.86 അത് കൂട്ടിയിട്ടുണ്ട്. DASന്റെ അടുത്ത് 11.71 അവർ കുറയ്ക്കാണ് ചെയ്തത്, എന്നാലും 11.71% DAS ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ ഓൾട്ടുഗതർ 11.7 DAS, 8% FIS, 74% ഗവൺമെന്റും, മൊത്തം 5% റീറ്റെയിലേഴ്സിന്റെ കയ്യിലുള്ളൂ. പിന്നെ ഇത് പറയുമ്പോൾ നെഗറ്റീവ്സും കൂടെ നോക്കണം. നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ പൊതുവേ ഈ ബാങ്കിങ് സെക്ടറിലുള്ള ഒരു നെഗറ്റീവ്നെസ്, PSU സെക്ടർ ആയതുകൊണ്ട് എല്ലാ ഗവൺമെന്റ് പോളിസി നോക്കണം. പിന്നെ ഒരു ലുക്രേറ്റീവ് ബിസിനസ് ആണല്ലോ ബാങ്ക്സ് എന്നുള്ളത്. അപ്പൊ എന്തിനും ഏതിനും എഫക്ട് ചെയ്യുന്ന ബിസിനസ് ആണ്, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫ്യൂച്ചർ ഓപ്ഷൻസിലേക്ക് ഉണ്ട് ഈ സ്റ്റോക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഫ്യൂച്ചർ ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് കയറി പോകാൻ കുറച്ച് പ്രയാസമാണ്. മൂന്നാമത് 150 രൂപയിൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അത് ഇന്നലെ 2 പ്രാവശ്യം 52 വരെ പോയി, പിന്നെ താഴോട്ടിറങ്ങി വീണ്ടും 51 വരെ പോയി, പിന്നെയും താഴെ വന്ന് 50 കട്ട് ചെയ്ത്. പക്ഷെ അത് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 150 റെസിസ്റ്റൻസ് ആണ് കേട്ടോ, ടെക്നിക്കലാണ് പറയുന്നത്. പക്ഷെ 3-4 പ്രാവശ്യം 150 ടച്ച് ചെയ്തിട്ടുണ്ട്. സോ ടെക്നിക്കലി പറയുമ്പോൾ ഒരു 3-4 പ്രാവശ്യം, ഒരു 5-6 പ്രാവശ്യം സെയിം റെസിസ്റ്റൻസ് ടച്ച് ചെയ്യുകയാണെങ്കിൽ ആ റെസിസ്റ്റൻസ് വീക്ക് ആവുമെന്ന് പറയും ടെക്നിക്കലി. സംഭവിച്ചാണെങ്കിൽ നെക്സ്റ്റ് നമുക്കൊരു അതിന്റെ ഇയർ ഹൈ 158-ഉം 170-യും ഷോർട്ട് ടേമിലേക്ക്, ലോങ് ടേമിലേക്ക് 250 പോകാനുള്ള ഫണ്ടമെന്റൽസ് സ്റ്റോക്കിനുണ്ട്. നെക്സ്റ്റ് റിസൾട്ട് നന്നാവുകയാണെങ്കിൽ സൂപ്പർ റിസൾട്ടാണ്. റിസൾട്ട് മോശമാണെന്ന് ഒരു ചെറിയ വാർത്തകൾ കേട്ടിരുന്നു. നെറ്റ് പ്രോഫിറ്റ് 10% ഡൗൺ ആയി. ഇറ്റ്സ് നോട്ട് എ മാറ്റർ. കാരണം ബാങ്കിനെ സംബന്ധിച്ചോളം ഇതൊരു വിഷയമല്ല. ബാങ്ക് മറ്റ് രണ്ട് സൈഡും പ്രൊവിഷൻസ് കുറച്ചിട്ടുണ്ട്, NPA കുറച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ഹൈലൈറ്റഡ് പോയിന്റ്സ്. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കൂടിയിട്ടുണ്ട്, കാസ റേഷ്യോ കൂടിയിട്ടുണ്ട്, ഇതൊക്കെ അസറ്റ് ക്വാളിറ്റി കൂടിയിട്ടുണ്ട്. സോ ഇതിൽ കൂടുതൽ ഒന്നും എക്സ്പെക്ട് ചെയ്യാനില്ല. ശരിക്കും ആക്ച്വലി മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ നല്ല റിസൾട്ട്, ഇത്ര നല്ല റിസൾട്ട് കാനറ ബാങ്കിന്റെ അടുത്തുനിന്നും യൂണിയൻ ബാങ്കിന്റെ അടുത്തുനിന്നും മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഫാക്ട്. സോ ഈ ഒരു മൂവ്മെന്റ് മോർ സ്റ്റീം ലെഫ്റ്റ് ഫോർ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ മൈൻഡിൽ വെക്കാം. സോ ആസ് യൂഷ്വൽ ഞാൻ രജിസ്റ്റേഡ് അനലിസ്റ്റ് അല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വന്തം പഠിച്ച് മനസ്സിലായി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഈ പറയുന്ന സ്റ്റോക്സ് ഒക്കെ ഹിറ്റ് ആയിക്കൊള്ളുന്നില്ല. 70% എക്യുറസി ഒക്കെ ഉണ്ടാവുള്ളൂ. സോ നിങ്ങൾ പഠിക്കുക, നിങ്ങൾക്ക് ആപ്റ്റാന്ന് തോന്നിയാൽ മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പുതുതായിട്ട് അല്ലെങ്കിൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എൻ്റെ വീഡിയോസ് ഫ്രണ്ട്സ് റിലേറ്റീവ്സിനും അയച്ചു കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ യു പേഷ്യൻ ലിസണിങ്. താങ്ക് യു.